ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ചിക്കൻ പലതരത്തിൽ കഴിച്ചിട്ടുണ്ട്. ചിക്കൻ എങ്ങനെയാണ് കുമ്പളങ്ങ ഇട്ടിട്ട് വെക്കുന്നതെന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കുമ്പളങ്ങ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. 2 പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ പൊടികളൊക്കെ ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 4 സവോള നീളനെ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് നീളനെ അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ആക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളനരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 കതിര് കറിവേപ്പില കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാടൻ ചിക്കനാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത്. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൽ വേവിക്കുന്നത് കാരണമാണ് കുക്കറിലിട്ട് തന്നെ അതൊക്കെ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളക്കി യോജിപ്പിക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുക്കറിലിട്ടിട്ട് വേവിച്ചാലും മതി. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ പോകുന്നത്. കാരണം വെന്ത് കഴിയുമ്പോൾ ചിക്കനിലേക്ക് വെള്ളം അത്യാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അടി പിടിക്കുന്നൊരു പേടി ഉണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിനി പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോൻ്റെ കുമ്പളങ്ങയാണ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കനും കുമ്പളങ്ങയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും വിസിലടിച്ചിട്ടുണ്ട്. നമുക്കിനി പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കനും കുമ്പളങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുമ്പളങ്ങ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരമുറി നാളികേരം ചിരകിയെടുത്തിട്ട് അതിൻ്റെ 1/4 പാൽ എടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ കുറച്ചുകൂടെ ചാറ് വേണമെന്ന് ആവശ്യമുള്ളവർക്ക് 2/2 പാൽ കൂടെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 പാൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഗരം മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എരിവ് നോക്കിയിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പൊടികളെല്ലാം ചൂടാക്കി അതേ പാനിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 കതിര് വേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. സവോളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളിയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സവോളയ്ക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പമാണ് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ. ചോറിൻ്റെ ഒപ്പം മാത്രമല്ല, നമുക്ക് പൊറോട്ടയുടെ ഒപ്പമാണെങ്കിലും ചപ്പാത്തിയുടെ ഒപ്പമാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കുമ്പളങ്ങ കറി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.